അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ ഒരു നിർദ്ദേശം വെച്ചു. അത് വലിയ വിവാദമായിരിക്കുകയാണ് ഇപ്പോൾ. ഗസ എന്ന് പറയുന്ന ആ സ്ഥലം, പലസ്തീൻ്റെ ഒരു ഭാഗം, ഇപ്പോൾ ഇസ്രായേൽ പിടിച്ചു വച്ചിരിക്കുന്ന ആ യുദ്ധം നടന്നുകൊണ്ടിരുന്ന സ്ഥലം, 40 കിലോമീറ്റർ നീളവും പിന്നെ ഒരു 10 കിലോമീറ്റർ വീതിയുള്ള ആ ഒരു സ്ഥലം, അത് അമേരിക്ക അതിനെ ടേക്ക് ഓവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അവിടെ ബോംബിട്ട് തകർത്തിരിക്കുന്ന ആ സ്ഥലം എല്ലാം, അവിടുത്തെ ഇപ്പം പൊട്ടാതെ കിടക്കുന്ന ബോംബും പലതും ഉണ്ടല്ലോ, മിസൈലും മൈൻസും ഒക്കെ ഉണ്ട്, ഇതിനെയൊക്കെ ഡിസ്മാൻഡിൽ ചെയ്ത് നിർവീര്യമാക്കുക. പിന്നെ അവിടെ മുഴുവൻ റീകൺസ്ട്രക്ഷൻ നടക്കുക, പുതിയ പുതിയ കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കി അവിടെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ലൈഫ് ഉണ്ടാക്കിയെടുക്കുക, വേറൊരു സിറ്റി പണിയുക. ഇങ്ങനൊരു പ്രപ്പോസലാണ് ട്രംപ് ഇവിടെ വെച്ചിരിക്കുന്നത്. ട്രംപ് ഇത് പറഞ്ഞു തീരാനുള്ള അവസരം കൊടുത്തില്ല. അതിനു മുമ്പേ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും രാഷ്ട്ര നേതാക്കന്മാരൊക്കെ വലിയ പ്രസ്താവനയൊക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. വേണ്ട, അത് ശരിയാവത്തില്ല, ട്രംപിന് ബിസിനസ് ഇൻട്രസ്റ്റ് ആണ്, അല്ലെങ്കിൽ ട്രംപ് കാണിക്കുന്നത് ശരിയല്ല, ട്രംപിന് മനുഷ്യത്വമില്ല, എന്തെല്ലാം ഡയലോഗുകളാണ് കേൾക്കുന്നത്. ഈ ട്രംപ് വെച്ച് ഈ പ്രപ്പോസൽ ഉണ്ടല്ലോ, അതായത് ഞങ്ങൾ ഈ ഗസയെ ടേക്ക് ഓവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അവിടെ ഞങ്ങൾ റീകൺസ്ട്രക്ഷൻ നടക്കും, അവിടുത്തെ ജനങ്ങൾക്കൊരു നല്ല ജീവിതം കൊടുക്കും, അവരിനി യുദ്ധമില്ലാതെ ബോംബില്ലാതെ അപകടത്തിൽപ്പെട്ട് മരിക്കാതെ നല്ല ആരോഗ്യത്തോടു കൂടി ജീവിക്കാനുള്ള ഒരു അവസരം ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കും എന്ന് ഈ ട്രംപ് പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഒരു കാര്യം ചെയ്യേ, ഈ എതിർപ്പ് പറയുന്ന രാജ്യക്കാർ ആരെങ്കിലും ഒക്കെ ചെന്നിട്ട് ഇതേ കാര്യം അവിടെ ഒന്ന് പോയി ചെയ്തേ. ഇപ്പം അറബികൾ പറയുന്നത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അമേരിക്ക ഇങ്ങോട്ട് വരണ്ട, അവിടെ ഗസയിലോട്ടൊന്നും വരാൻ പാടില്ല. ശരി, ഗസയിൽ മുസ്ലിങ്ങളല്ലേ കൂടുതൽ, എന്നാൽ ഒരു കാര്യം ചെയ്യട്ടെ, അറബ് രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് ആ ഗസയിലുള്ളവരെ അങ്ങ് രക്ഷിക്കട്ടെ, അവിടെ റീകൺസ്ട്രക്ഷൻ നടത്തട്ടെ. എന്താ പറ്റൂ? ഇല്ലല്ലോ. ചൈനയും റഷ്യയും അതിനെ എതിർക്കുന്നു. എന്തിന്? ട്രംപിനോട് എതിർപ്പുണ്ടെന്ന് കരുതിയിട്ട് ട്രംപ് ഒരു നല്ല കാര്യം പറഞ്ഞപ്പോൾ അതിനെ എതിർക്കേണ്ട ആവശ്യം എന്താണ്? ഈ ലോകത്ത് അമേരിക്ക വെച്ച ആ പ്രപ്പോസൽ അതുപോലെ ചെയ്യാൻ ശക്തിയുള്ള, കപ്പാസിറ്റിയുള്ള, മനസ്സുള്ള വേറെ ഏതെങ്കിലും ഒരു രാജ്യം, അല്ലെ കുറേ രാജ്യങ്ങൾ ചേർന്ന് ആരെങ്കിലും ഉണ്ടോ? ഉണ്ടേ മുമ്പോട്ട് വാ. എന്നിട്ട് പറയൂ, 19,000 ആൾക്കാരെ കഴിഞ്ഞ 15 മാസം കൊണ്ട് അവിടെ കൊന്നൊടുക്കി, ബോംബിട്ട് തകർത്ത്. എന്നിട്ട് എന്താ പറഞ്ഞത്? വി വിൽ വൈപ്പ് ഔട്ട് ഹമസ്. തുടച്ചു നീക്കുമെന്ന് സിനിമയിലെ ഡയലോഗാണ്. തുടച്ചു നീക്കുമോ? നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടതല്ലേ, അവിടെ ആ അഭയാർത്ഥികളെ കൈമാറുന്ന സമയത്ത് എന്തുമാത്രം ഹമസ് പോരാളികളാണ്. ഈ ഇസ്രായേൽ അവിടെ കിടന്നുകൊണ്ട് എന്തോ ചിരക്കിയായിരുന്നു. അവന്മാർ ടണലിനകത്ത് കയറി അവിടെ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കി എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് എവിടെ നിന്ന് വന്നു ഇപ്പം ഈ ഹമസ്കാരെല്ലാം കൂടെ ഇപ്പം ഈ തോക്കും പിടിച്ചുകൊണ്ട്? ഇവരെന്തോ ചെയ്യുമായിരുന്നു അവിടെ. ഈ 15 മാസം ശ്രമിച്ചിട്ടും ഈ 40 കിലോമീറ്റർ ബൈ 10 കിലോമീറ്റർ സ്ഥലത്തെ, നമ്മുടെ ആലപ്പുഴ ജില്ല പോലുള്ളൊരു സ്ഥലത്തെ ഈ ഹമസ് തീവ്രവാദികൾ ഞാൻ പറയുന്നില്ല, ഇസ്രായേൽ പറയുന്നു, അമേരിക്ക പറയുന്നു, അതുകൊണ്ട് ഇന്ത്യയും പറയുന്നു, അവരെ അവിടെ നിന്ന് ഉന്മൂലനം ചെയ്യാനായിട്ട് സാധിച്ചോ? ഇല്ല. അപ്പോൾ ഈ 50,000 പേര് മരിച്ചതോ? പാവപ്പെട്ട ജനങ്ങൾ. കഴിഞ്ഞ 10, 25, 30, 40 വർഷമായിട്ട് നോക്ക്, വിദ്യാഭ്യാസ സിസ്റ്റം ഉണ്ടോ? സ്കൂളുകൾ, കോളേജുകൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ? ഇതൊന്നുമില്ല. അവിടുത്തെ ആൾക്കാരെല്ലാം അഭയാർത്ഥികളായിട്ട് അങ്ങനെ ജീവിക്കുകയാണ്. അവർക്ക് ഒന്നുമില്ല. അവർക്ക് ആകെ ചെയ്യാനുള്ള എന്താണ്? ആഴ്ച 2 ദിവസം ഭക്ഷണം വരും, വേറെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വരും, അപ്പോൾ അവിടെ പോയി ക്യൂ നിൽക്കുക, അത് ഫ്രീ ആയിട്ട് മേടിച്ചുകൊണ്ടൊന്ന് വീട്ടിൽ കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്യുക, കഴിക്കുക. അതിനിടയ്ക്ക് 8ഉം 10ഉം പിള്ളേരുണ്ടാകുക, അതിനകത്ത് 3 ചത്തുപോയാലും പ്രശ്നമില്ല. അങ്ങനെ ഒരു ജീവിതമായിട്ട് മാറിയിരിക്കുകയാണ് ഈ ഗസയിൽ അല്ലെ പലസ്തീനിൽ. ഒരാൾ ജനങ്ങൾക്ക് നല്ല ജീവിതത്തിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറയുമ്പോൾ അതിനോട് എതിർക്കുകയാണ് വേണ്ടത്, അതിനോട് യോജിക്കുകയല്ലേ വേണ്ടത്. ട്രംപിൻ്റെ മണ്ടൻ ഐഡിയ ആയിട്ടാണ് ഇവിടെ ഒരു മലയാളം ചാനൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ മണ്ടത്തരം അല്ലാത്തൊരു ഐഡിയ പറഞ്ഞേ, ആരത് എക്സിക്യൂട്ട് ചെയ്യും? അമേരിക്കയുടെ സഹായം കൊണ്ടാണ് ഇസ്രായേൽ അവിടെ യുദ്ധം ചെയ്യുന്നത്, ഇസ്രായേലിന് ആയുധങ്ങൾ കൊടുക്കുന്ന അമേരിക്കയാണെന്ന് ഏത് കൊച്ചു കുഞ്ഞിനും അറിയാവുന്നൊരു കാര്യമാണ്. വർഷങ്ങളായിട്ട് ഗസയിലെ ജനങ്ങളെ അവിടെ നിന്ന് ഓടിക്കുമെന്നോ, അല്ലെങ്കിൽ വേറെ രാജ്യത്തേക്ക് പറഞ്ഞു വിടുമെന്നോ, അല്ലെങ്കിൽ അവരെ അഭയാർത്ഥികളായിട്ട് ജയിലിലടയ്ക്കുന്നോ, അങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത്. അവർക്ക് നല്ലൊരു ജീവിതം കൊടുക്കും, അവർക്ക് ജോലി കൊടുക്കും, അവർക്ക് ജീവിത സൗകര്യങ്ങൾ കൊടുക്കും എന്നല്ലേ പറഞ്ഞത്. ഞാൻ ട്രംപ് പറഞ്ഞ ആ പ്രപ്പോസൽ 2 കൈ കൊണ്ട് സ്വീകരിക്കുന്നു.